ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ രാധികാമ്മയും വരുണും തമ്മിലുള്ള സംഭാഷണമാണ് ആദ്യം കാണിക്കുന്നത്. അതിൽ രാധികാമ്മ പറയുന്നുണ്ട്, അവൻ തള്ളിയിട്ടത് എന്നെയല്ല, എൻ്റെ ജീവനെ തന്നെയാണ് അവൻ ഇല്ലാതെയാക്കിയത്. എൻ്റെ ജീവിതമാണ് അവൻ ഇല്ലാതാക്കിയത്. അവനെ ഞാൻ ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല. മാത്രമല്ല, ഭദ്രൻ്റെ കുടുംബത്തിലെ ജീവനുള്ള ഒറ്റൊരു മുളയെപ്പോലും ഞാൻ വെറുതെ വെച്ചേക്കില്ല. ഇത്രയും നാൾ ഞാൻ ആ പഴയ രാധിക ആവാതെ പുതിയ രാധികയായിട്ട് ജീവിച്ചത് പ്രിയയെ ഓർത്തിട്ട് മാത്രമായിരിക്കും. ഇനി എൻ്റെ പുതിയ മുഖമായിരിക്കും എല്ലാവരും കാണാൻ പോകുന്നത് എന്ന് പറയാണ് രാധികാമ്മ ചെയ്യുന്നത്. ശേഷം കാണിക്കുന്നത് ഗോവിന്ദനെയാണ്. ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഗോവിന്ദ്. പഴയ കാര്യങ്ങളൊക്കെയാണ് ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയ ആയിട്ട് ഒളിച്ചു കളിക്കുന്നതും എല്ലാം ആലോചിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്രിയ കാണാതാവുകയാണ് ചെയ്യുന്നത്. ആ കാര്യമാണ് ആലോചിക്കുന്നത് കേട്ടോ. എന്നിട്ട് വാട്ടർഫാൾസിൽ നിന്ന് വീഴുന്നതായിട്ട് ഗോവിന്ദ് മനസ്സിലിങ്ങനെ കാണുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പ്രിയേ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഓടി പോകുമ്പോൾ നമ്മുടെ ഗീതു വന്ന് പിടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഗോവിന്ദ് പറയും, പ്രിയ വാട്ടർഫാൾസിൽ നിന്ന് വീണു എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗീതു പറയും, വാട്ടർഫാൾസിൽ നിന്നല്ല, ഗീതു സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്നാണ് വീണതെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദന് ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഗോവിന്ദനെ പിടിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അയ്യപ്പേട്ടൻ പറയും, മോനെ ഈ സമയം ഇങ്ങനെയൊന്നും വിചാരിക്കല്ലേ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും മോനെ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അയ്യപ്പേട്ടൻ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഗീതു നമ്മുടെ ഗോവിന്ദനെ പിടിച്ചിട്ട് ഇവിടെ ഇരിക്കുക ഗോവിന്ദേട്ടാ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുത്തുകയാണ് ചെയ്യുന്നത്. ശേഷം ഗോവിന്ദ് കൈകൾ കാണിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്, ഈ കൈകളിൽ കിടന്ന അവൾ വളർന്നത് എനിക്കിതിങ്ങനെ സഹിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ഓരോ സങ്കടം പറയുമ്പോൾ ഗീതു സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ICUന്ന് ഡോക്ടർ പുറത്തേക്ക് വരും. അപ്പോൾ വേഗം ഡോക്ടറെ അടുത്ത് സംസാരിക്കാനായിട്ട് ഗീതു പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എങ്ങനെയുണ്ട് ഡോക്ടർ ഇപ്പോൾ പ്രിയയ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ്, ഞങ്ങൾ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശത്തുള്ള ഡോക്ടേഴ്സൊക്കെ ആയിട്ട് കൺസൾട്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ വേണ്ട വിധം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ്. ഇപ്പോഴും കണ്ടീഷൻ മോശമാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ഡോക്ടർ ഇതൊന്നും ഗോവിന്ദേട്ടൻ അറിയരുത്, അതൊന്നും താങ്ങാനാവില്ല. പ്രിയയെ അത്രയ്ക്കും കാര്യമായിരുന്നു ഗോവിന്ദേട്ടൻ, അതുകൊണ്ട് ഇതൊന്നും താങ്ങാനാവില്ല. ഇപ്പം തന്നെ ആകെ സമനില തെറ്റിയിട്ടാണ് ഇരിക്കുന്നത്. ഒരു സെഡേഷൻ കൊടുത്ത് ഒന്ന് റെസ്റ്റ് എടുത്താൽ മാത്രമേ ആൾ ഓക്കെ ആവുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടറിനെ കാണുമ്പോൾ നമ്മുടെ ഗോവിന്ദ് വേഗം ഓടി ചെന്നിട്ട് ഡോക്ടറെ പ്രിയയ്ക്ക് എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡോക്ടർ പറയും, ഗോവിന്ദ് ഒന്ന് റെസ്റ്റ് എടുക്ക്, റൂമിൽ കയറിയിട്ട് ഒരു ഇഞ്ചക്ഷൻ തരാം, ഒന്ന് റെസ്റ്റ് എടുക്ക് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദ് ചൂടായിക്കൊണ്ട് പറയാണ്, എന്നെ അങ്ങനെ മയക്കി കിടത്തിയിട്ട് സെഡേഷൻ തന്നാൽ എനിക്കെന്താ, ഞാനെന്താ പൊട്ടനാണോ, എനിക്കെന്തൊന്നും അറിയില്ലെന്നാണ് നിങ്ങൾ വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞിങ്ങനെ ചൂടാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം ഗീതു ഗോവിന്ദനടുത്ത് പറയുകയാണ്, ഗോവിന്ദേട്ടന് റെസ്റ്റ് വേണം, എന്നാലേ എല്ലാം ശരിയാവുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട്, ശരി ഞാൻ സെഡേഷൻ തന്നെ കിടക്കാനായിട്ട് സമ്മതിക്കാം, പക്ഷേ തിരിച്ച് എഴുന്നേറ്റ് വരുമ്പോൾ എനിക്ക് എൻ്റെ പ്രിയമോളെ പഴയ പോലെ തിരിച്ചു തരാൻ ഡോക്ടർക്ക് സാധിക്കുമോ, അങ്ങനെ ചോദിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയും, നിങ്ങൾ ഒരുപാട് ലോകപരിചയമുള്ള ആളാണ്, അപ്പോൾ ഇങ്ങനെ പറയരുത്, ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ICUയുടെ ഉള്ളിലേക്ക് വരാനായിട്ട് ഗോവിന്ദൻ്റെ അടുത്തും അതുപോലെ തന്നെ സിസ്റ്ററെ നിങ്ങളും വരുമെന്ന് പറഞ്ഞിട്ട് ഗീതുവിനെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വരുണും നമ്മുടെ രാധികാമ്മ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവർ ഉള്ളിലേക്ക് കയറുന്ന കാണുമ്പോൾ നമ്മുടെ രാധികാമ്മ വേഗം ഉള്ളിലേക്ക് കടന്ന് ചെല്ലുകയാണ് ചെയ്യുന്നത്. ശേഷം പ്രിയയെ കാണിച്ചുകൊണ്ട് ഡോക്ടർ പറയുകയാണ്, കണ്ടില്ലേ ഇവരെല്ലാവരും പ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്, വിദേശത്തു നിന്നുള്ള ഒപ്പീനിയനും ഞങ്ങൾ എടുക്കുന്നുണ്ട് എന്ന് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ സമയം ഒരു ഗൈനക്കോളജിസ്റ്റ് വരികയാണ് ചെയ്യുന്നത്. ആ ഡോക്ടർ വിദേശത്തെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയും, ഇവിടെ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നതായിരുന്നു, അപ്പോൾ ഞങ്ങൾ അഭ്യർത്ഥന പ്രകാരം വന്നതാണ് ഡോക്ടർ ഇങ്ങോട്ട് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദ് ആ ഡോക്ടറുടെ കാലിൽ വീണിട്ട്, ഡോക്ടറെ എൻ്റെ മോളെ രക്ഷിക്കണം എന്നിങ്ങനെ വീഴാൻ പോകുമ്പോഴത്തേനൊക്കെ ഇതിങ്ങനെ പിടിക്കുന്നുണ്ട്, എന്താ കണ്ണാട്ടി കാണിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഡോക്ടറെ അടുത്ത് പറയും, എങ്ങനെയെങ്കിലും എൻ്റെ മോളെ രക്ഷിക്കണം എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡോക്ടർ പറയും, ഇപ്പോൾ ഒരുപാട് ഇൻറ്റേർണൽ ഇഞ്ചുറി സംഭവിച്ചുകൊണ്ട് ഒരുപാട് മോശം കണ്ടീഷനിൽ തന്നെയാണ്. ഇത് കേൾക്കുമ്പോൾ രാധികമ്മ പറയുന്നുണ്ട്, ആ വയറ്റിലുള്ള അസത്തിനെ കളഞ്ഞാലും കുഴപ്പമില്ല, എനിക്കെൻ്റെ മോളെ മാത്രം കിട്ടിയാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാധികാമ്മ ഇങ്ങനെ പറയുന്നത് കേട്ട് ഗീതും ഗോവിന്ദും രാധികാമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഡോക്ടർ ഇങ്ങനെ കൂടി പറയുകയാണ്, ഇപ്പോൾ നമുക്ക് പ്രിയയെ രക്ഷിക്കാൻ പറ്റിയാലും കിടപ്പിലാവാൻ തന്നെ ചാൻസ് ഉണ്ട്, എനിക്ക് ആ സത്യം മറച്ചു വയ്ക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടി തരികയാണ്.
ശേഷം ഗോവിന്ദ് പ്രിയയുടെ അടുത്ത് ചെന്ന് പറയുകയാണ് കേട്ടോ, മോളെ ഞാൻ പുറത്തുണ്ടാവും, മോള് വന്നേക്കണേ മോളെ എന്ന് സങ്കടത്തോടെ ഗോവിന്ദ് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും ICUന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം എല്ലാവരും എങ്ങനെയുണ്ട് പ്രിയയ്ക്ക് എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ഗീതുവിൻ്റെ അടുത്തൊക്കെ ആയിട്ട് അന്വേഷിക്കുന്നുണ്ട് അയ്യപ്പേട്ടനും രേഖയൊക്കെ. അതിനുശേഷം വരുണും നമ്മുടെ രാധികാമ്മയും ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഗോവിന്ദിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഗോവിന്ദ് പറയുകയാണ്, വിനോദാണ് എല്ലാത്തിനും കാരണം, എൻ്റെ പെങ്ങൾക്ക് ഈ ഗതി വരാൻ കാരണം വിനോദാണ്, ഞാൻ അവനെ കൊന്നുകളയും എന്ന് പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഗീതു ഇങ്ങനെ ഞെട്ടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ശേഷം രാധികാമ്മ പറയുകയാണ്, ആ ഭദ്രൻ്റെ മക്കളെ അന്ന് വീട്ടിൽ കയറ്റിയപ്പോഴേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്നും എനിക്ക് തോന്നിയതായിരുന്നു. ഇനി അടുത്തത് ഇവളായിരിക്കും ഇനി അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഗീതുവിനെ നോക്കിക്കൊണ്ടാണ് ഈ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമോളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നല്ലോ ഇവളെ വീട്ടിൽ കയറ്റിയത്, ഇനി ഇവളെ പറഞ്ഞു വിടണം എന്ന് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഗീതു പറയുന്നുണ്ട്, ഞാൻ കാര്യം വിനോദമായിരിക്കും ചെയ്തത്, പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിൽ പ്രിയനെ വിട്ടിട്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ വരുൺ പറയും, ഇവളെ കഴുത്തിന് പിടിച്ച് ഇപ്പം തന്നെ ഞാൻ ഇറക്കിക്കോളാം എന്ന് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ കഴുത്തിന് പിടിക്കാനായിട്ട് വരുമ്പോൾ ഗോവിന്ദ് കൈകൊണ്ട് തടുത്ത് നിർത്തുന്നതാണ് കാണിക്കുന്നത്. ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. കൂടുതൽ വീഡിയോയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.